തിരികെ വാർത്തകളിലേക്ക്. കണ്ണൂർ കുടുംബ കോടതി ജഡ്ജിയുടെ ചേംബറിൽ മൂർഖൻ പാമ്പ്. വാദം നടക്കുന്നതിനിടെയാണ് ചേംബറിൽ മേശയ്ക്ക് കീഴെ മൂർഖനെ കണ്ടത്. വനംവകുപ്പ് ജീവനക്കാരെത്തി പാമ്പിനെ പിടികൂടി. ഫെലിക്സ് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ഫെലിക്സ്, ക്ലാസ് മുറിയിൽ പാമ്പ്, ആശുപത്രിയിൽ പാമ്പ്, അങ്ങനെ കുറെ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനിടയിലാണ് കോടതിയിൽ. എന്താണ് സംഭവിച്ചത്? ആർക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഈ കുടുംബ കോടതി വാദം നടന്നുകൊണ്ടിരിക്കെ ജഡ്ജിയുടെ ചേംബറിൽ മൂർഖൻ പാമ്പിനെ കണ്ടത്. ഈ ചേംബറിൽ മേശയുടെ കീഴിലായിരുന്നു പാമ്പ് ഉണ്ടായിരുന്നത്. ഈ കോടതിയിൽ വിചാരണ നടപടികൾ നടക്കുന്നതിനാൽ ജഡ്ജി ആ സമയം ചേംബറിൽ ഉണ്ടായിരുന്നില്ല. ആ ചേംബറിലേക്ക് കടന്നു വന്ന ജഡ്ജിയുടെ ഓഫീസ് അസിസ്റ്റന്റ് ആണ് ഈ പാമ്പിനെ കണ്ടത്. തുടർന്ന് ഈ ഡ്രൈവർ അടക്കമുള്ളവർ ഈ പാമ്പിനെ കണ്ട വിവരം വനം വകുപ്പിനെ അറിയിച്ചു. തുടർന്നാണ് വനം വകുപ്പ് ജീവനക്കാർ ഈ ചേംബറിന്റെ അടുത്തേക്ക് എത്തുകയും ഈ പാമ്പിനെ പിടികൂടി കൊണ്ടുപോകുകയുമാണ് ഉണ്ടായത്. ഈ സമയം ഈ കോടതി പരിസരത്ത് അഭിഭാഷകരും പോലീസുകാരും ഉൾപ്പെടെ ഏതാണ്ട് 100 കണക്കിന് പേർ വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്നു എന്നതാണ്. ഏതായാലും ഭാഗ്യത്തിന് ഈ ചേംബറിൽ നിന്നും പാമ്പ് പുറത്തേക്ക് പോയില്ല. ചേംബറിൽ വെച്ച് തന്നെ പാമ്പിനെ പിടികൂടാൻ കഴിഞ്ഞു എന്നതാണ്. കോടതി പരിസരത്ത് പാമ്പിന്റെ ശല്യം രൂക്ഷമാണെന്ന് നേരത്തെ ജീവനക്കാരടക്കം പറയുന്നുണ്ടായിരുന്നു. ഈ കോടതിയുടെ പുതിയ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പഴയ കെട്ടിടങ്ങളെല്ലാം ഈ പൊളിച്ചു നീക്കിയിരുന്നു. അതോടൊപ്പം ഈ പരിസരത്തെ കാടുകൾ വൃത്തിയാക്കാത്തതിനാൽ ഇഴജന്തുക്കൾക്ക് വാസയോഗ്യമായ ഒരു സ്ഥലം, ഒരു ആവാസ വ്യവസ്ഥ അവിടെയുണ്ട്. അതൊക്കെ തന്നെ ഇല്ലാതാക്കണം എന്നൊരാവശ്യം നേരത്തെ തന്നെ ഉയർന്നതാണ്. പക്ഷേ ഈ കാടും ഒന്നും നശിപ്പിക്കാത്തതിനാൽ വലിയ രീതിയിൽ അവിടെ ഇഴജന്തുക്കളുടെ സാന്നിധ്യമുണ്ട്. അങ്ങനെയാണ് മൂർഖൻ അവിടെ നിന്നും ജഡ്ജിയുടെ ചേംബറിലേക്ക് എത്തിയത്. ഏതായാലും ആർക്കും ഒന്നും അപകടം സംഭവിച്ചില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ശരി, കണ്ണൂർ കുടുംബ കോടതിയിലാണ് വാദം നടക്കുന്നതിനിടെ ജഡ്ജിയുടെ ചേംബറിൽ മൂർഖൻ പാമ്പിനെ കാണുന്നത്. എന്തായാലും വനംവകുപ്പ് ജീവനക്കാരൊക്കെ എത്തി പാമ്പിനെ പിടികൂടിയിട്ടുണ്ട്. ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്.